ആ വരട്ടെ. ആ എനിക്ക് ഇപ്പൊ തന്നെ കാണാൻ തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ. അയ്യോ വേണ്ട വേണ്ട. ആ അതെന്താ, തനിക്ക് എന്നെ കാണാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വേണ്ട. ശരി, ഞാൻ വരുന്നില്ല. അധികം വൈകാതെ നമുക്ക് ആരും പേടിക്കാതെ ഒന്നിച്ച് ജീവിക്കാലോ അല്ലേ? ഞാൻ ഭഗവാനോട് ചോദിക്കായിരുന്നു, ഇതൊക്കെ ഭഗവാൻ കാണിച്ച മായാജാലാണോന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാ പ്രിയങ്കയുടെ ജീവൻ ഇല്ലാതാക്കിയത്? എടോ, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച താൻ പിന്നെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. തന്റെ വഴിയിൽ ഒരു മുൾച്ചെടി ഉണ്ടെന്ന് ഭഗവാന് തോന്നിക്കാണും. ആ അതുകൊണ്ട് അതങ്ങ് വെട്ടിമാറ്റി, അത്രയേ ഉള്ളൂ. എന്നാലും ഇന്നും അവളൊരു വേദനയായിട്ട് മനസ്സിൽ കിടക്കും. ആ ഇപ്പൊ എന്ത് ചെയ്യാനാ? അയാൾക്ക് വേണ്ടി ഇനി ചെയ്യാനുള്ളത് അയാളെ അപകടപ്പെടുത്തിയത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാ. അഡ്വക്കേറ്റ് ആരതി ഉള്ളപ്പോ അതിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റ് ചെയ്തവർക്ക് നല്ല ശിക്ഷ കിട്ടട്ടെ. ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ പറയാൻ അനുഭവിച്ചല്ലേ. എടോ, ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ സങ്കടങ്ങളും ഞാൻ തീർത്തോളാം. ചിരിക്കാൻ മാത്രം ശീലിപ്പിച്ചോളാം. എന്റെ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും വേണ്ട. ഞാൻ ചിരിക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. ആ അത് നമ്മൾ രണ്ടുപേരും രണ്ടിടത്തിരിക്കുമ്പോഴല്ലേ. എന്റെ കൂടെ വന്നു, ഒരു സങ്കടവും ഞാൻ വരുത്തില്ല ഒരിക്കലും. കിടന്നുറങ്ങാൻ നോക്ക്. ഫോൺ വെക്കുകയാണോ?